ശാരി ഏതെങ്കിലും ഫംഗ്ഷന് പോവണം. സാരിയെ കൊടുത്തപ്പോ വലിയ പെണ്ണായല്ലോ ശാരിക. വിവാഹപ്രായമായ ഒരാളാ ഞാൻ. സാരി ഉടുക്കുന്നോണ്ട് തെറ്റുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നമ്മൾ ഒരാളെ വിശ്വസിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് രഹസ്യം പോലുള്ള കാര്യങ്ങൾ പറയുന്നതേ അയാളെ അത്രയും വിശ്വാസമായിട്ടാ. ഇനി എത്ര സമ്മർദ്ദം വന്നാലും അയാളുടെ മനസ്സിൽ നിന്ന് അവര് പറഞ്ഞത് പുറത്തു പോയില്ല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ മുരളിയേട്ടൻ പറ്റിച്ചു കളഞ്ഞു. മുരളിയേട്ടനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലായി. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയൂ. വാക്ക് തന്നാ വാക്കായിരിക്കണം മുരളിയേട്ടാ. കൃത്യമായ സമയം വരുമ്പോ ഞാൻ തന്നെ എല്ലാരോടും കാര്യങ്ങൾ പറയാന്ന് മുരളിയേട്ടനെ അറിയിച്ചതാ ആണല്ലോ. മുരളിയേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ തന്ന ഉറപ്പ് പാലിച്ചില്ല. മുരളിയേട്ടന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് മനസ്സിലായി. ഇത്രയൊക്കെ അടുത്തറിയുന്ന ആൾക്കാരായിരുന്നിട്ടും ഒരു കാര്യത്തിൽ ചെറിയൊരു വീഴ്ച വന്നപ്പോ ഞാൻ പഴയ ചാക്കായി പോയല്ലേ മോളെ. മുരളിയേട്ടൻ അങ്ങനെ പറഞ്ഞെന്നെ കുറ്റപ്പെടുത്തണ്ട. അത്രയും അടുത്തറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും മോൾക്കത് മനസ്സിലാവില്ല. നീ ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്തെത്തണം. അപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റും. 3 കുടുംബങ്ങളെയും കുറെ ജീവിതങ്ങളെയും ബാധിക്കുന്ന പ്രശ്നം അത്. ഞങ്ങളുടെ കുടുംബം, നിന്റെ കുടുംബം, പിന്നെ ദേവികയുടെ ഇപ്പോഴത്തെ കുടുംബമായ ചന്ദ്രോത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം നന്ദനോട് സൂചിപ്പിച്ചത്. ഒരു പ്രത്യേക നിമിഷത്തിൽ നന്ദനത് എല്ലാരെയും അറിയിക്കുകയും ചെയ്തു. ആ, എത്ര എളുപ്പം. 4 വരിയിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ കാര്യങ്ങൾ നന്നാക്കുകയല്ല, കൊളവൊക്കെ മുരളിയേട്ടൻ ചെയ്ത്. ഞാനേ പ്രായപൂർത്തിയായ പെണ്ണാ. എനിക്കാരുടെ ഔദാര്യത്തിനോ ആശീർവാദത്തിനോ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ പക്ഷെ കുറച്ചൊന്ന് അനുസരിച്ച് നിൽക്കുന്നതേ എന്റെ മാന്യത കൊണ്ടാ. എന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആരും അങ്ങനെ ടെൻഷൻ അടിച്ച് BP കയറ്റണ്ട. എന്തായാലും എനിക്ക് സന്തോഷമായി. നീ പഠിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി പരീക്ഷയിലൊക്കെ ജയിച്ചു നിൽക്കുകയാണെന്ന്. എല്ലാത്തിനും കൃത്യമായ ഉത്തരവുണ്ട്. ഇനി LLB പഠിക്കാതെ തന്നെ ബാധിക്കാൻ പോവാം. ആർക്കും നിന്നെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. മുരളിയേട്ടൻ എന്നെ പരിഹസിക്കുകയാണോ? ഏയ്, ഒരിക്കലും അല്ല. കാരണം നമ്മളൊരാളെ പരിഹസിക്കുന്നത് അയാൾക്ക് ഫീൽ ചെയ്യാനാ, അയാളുടെ ഹൃദയത്തിൽ കൊള്ളാനാ. പക്ഷേ നിന്റെ ഹൃദയം കല്ലുകൊണ്ടല്ലേ, പരിഹസിച്ചാൽ എവിടെ ഏൽക്കാനാ. എന്തായാലും നിനക്ക് തന്ന വാക്ക് തെറ്റിച്ചതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുക. ശരി, ഒരു കാര്യം കൂടി. എന്നോട് ദേഷ്യപ്പെട്ടതും വെറുപ്പ് കാണിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഞാനിവിടെ പാഞ്ഞെത്തും. ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ മുതല് എന്റെ രക്ഷകർത്താക്കള് കൂടിക്കൂടി വരിക. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിച്ചോളാം. എനിക്കിപ്പോ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല.